ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ കട്ടിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയർ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇപ്പോൾ ഇത്ര എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹെയർ. അപ്പോൾ എന്തായാലും കുറേ ദിവസമായി വിചാരിക്കുന്നു കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗുരുവായൂർ തന്നെയുള്ള സിസാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിസെക്സ് സലൂണിക്കാണ് കേട്ടോ. ഇവിടെ തന്നെ ഇവരുടെ ടാറ്റു മോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റു സ്റ്റുഡിയോയും കൂടിയും വരുന്നുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്നു ഹെയർ വാഷ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലോ ഡ്രൈ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അതേ പിന്നെ ഞാൻ മുടിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള പരിപാടികളും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ റിലേറ്റീവിൻ്റെ ഷോപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ വാവ ആദ്യം നല്ല വാശിയായിരുന്നു, പിന്നെ ആൾ സെറ്റായിട്ട് പിന്നെ എൻ്റെ മടിയിലിരുന്നു. എന്തോ ഒരു സാധനം കയ്യിലെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിടിച്ചിരിക്കുകയാണ് അവൻ. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു പിക്ക് ഞാനിവിടെ കൊടുക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ സെക്ഷൻ ആക്കി അത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാണ്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ലെയർ കട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വാവുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് ഹെയറൊക്കെ കട്ട് ചെയ്ത് ഇടുന്നത്. കാരണം ഉണ്ണീനെ മേത്ത് ആവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അവനാണെങ്കിൽ ആരെടുത്തേക്കും അങ്ങനെ പോയിടുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ തുമ്പത്ത് നല്ല രീതിക്ക് തന്നെ നമ്മൾ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബ്ലോ ഡ്രൈ ചെയ്തതിൻ്റെത് ഇങ്ങനെ തുമ്പത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് കളയണം എന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത്. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ നന്നായി ഷോർട്ടാക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കാരണം ഇതിന് മുമ്പത്തെ നമ്മുടെ ഹെയർ ഭയങ്കര ഷോർട്ടാക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് വേവായിട്ട് കുറച്ചിങ്ങനെ അധികം മുടി വേണ്ടതാനും എന്നാൽ അധികം ഷോർട്ട് ആവേണ്ടതാനും ആ ഒരു രീതിക്ക് വെട്ടാമെന്ന് തന്നെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത ടൈമിൽ നല്ല രീതിക്ക് തന്നെ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് മുടി കെട്ടി വെക്കാൻ പറ്റാത്ത രീതിക്ക് വരെ ഞാൻ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ തുമ്പത്ത് കളർ ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം. പക്ഷെ പിന്നെ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ പ്രഗ്നൻ്റ് ആയ പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ പിന്നെ എൻ്റെ ഹെയറിലാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിലാണെങ്കിലും ഞാൻ യാതൊരു വിധത്തിൽ കെയറിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഒന്നിനോടൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ദാ വാവയ്ക്ക് 1 വയസ്സാവാറായി. അപ്പോഴാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഹെയർ കട്ട് ചെയ്യണം. എന്തിനു പറയണു, ഞാൻ ഡെലിവറി പ്രഗ്നൻ്റ് ആയ പിന്നെ ഞാൻ ഇതുവരെ പിരികം ത്രെഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ പേരിടലായപ്പോൾ എല്ലാവരും ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് എന്തോ അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ദാ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ ഹെയർ കട്ടിങ് നമ്മുടെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ ഇങ്ങനെ ഓരോരോ സെക്ഷനാക്കിയിട്ട് എടുത്ത് സെറ്റ് ചെയ്യാണ് കേട്ടോ. സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹെയർ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഡ്രയർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ചെയ്തത് അപ്പോഴേക്കും പിന്നെ ജിഷ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വാവേനെ ജിഷ്ണേൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ സ്പീഡിലായിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ സ്പീഡിലാക്കി അങ്ങനെ ദാ ഹെയർ സെറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഡ്രയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ വാവ് അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജിഷ്ണേൻ്റെ കയ്യിൽ എത്തിയപ്പോൾ പിന്നെ ആദ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവൻ എൻ്റെ കയ്യിലേക്ക് വരാനായി വാശി. അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിരുന്നു. എന്നാലും വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ ഹെയർ സെറ്റ് ആയാലും പിന്നെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഹെയർ കട്ട് ചെയ്തുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേട്ടൻ പറയണ്ട തള്ള ലുക്കൊക്കെ പോയി എന്ന്. അപ്പോൾ ജിഷ്ണുവേട്ടനും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ട്രോളുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിരിക്കണതാട്ടോ കാണുന്നത്. സംഭവം എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെയർ സെറ്റ് ചെയ്തിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ വേവായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.